Kingdom of Kerala, a movie that promises to be a roller coaster of emotions. ഭംഗിയുള്ള ആൾക്കാരെ കാണാൻ പറ്റിയത് ഭയങ്കര സന്തോഷം. ഇവിടുന്ന് ലൈറ്റ് കൂടി അടിച്ചിട്ട് നല്ല രസമുണ്ട്, നല്ല ഫ്രൈ. ഓക്കെ, ഇന്നലെയായിരുന്നു നമ്മുടെ മൂവിയുടെ റിലീസ്. നിങ്ങൾ ചിലരെങ്കിലും അറിഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരള എന്നാണ് സിനിമയുടെ പേര്. എൻ്റെ 3ാമത്തെ സിനിമയാണത്. ഇന്നലെ ഈ സമയത്ത് പടം തുടങ്ങി ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. 10 മണിക്കായിരുന്നു ഷോ. ഞങ്ങൾ ഭയങ്കര ടെൻഷൻ അടിച്ച് നിൽക്കുന്ന ഒരു സമയമായിരുന്നു ഇന്നലെ. പക്ഷെ ഇന്ന് ഇവിടെ നിൽക്കുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് നിൽക്കുന്നത്. കാരണം ഇതുവരെ നമ്മളെല്ലാ കോളേജിലും പ്രൊമോഷന് പോയ സമയത്തൊക്കെ നമ്മുടെ റിലീസ് ആവുന്ന കാര്യം നമ്മൾ പറയുമായിരുന്നു, എന്താവും എന്നുള്ളത്. പക്ഷെ ഇന്നലെ ഫസ്റ്റ് ഷോ കഴിഞ്ഞപ്പോൾ നമുക്ക് ഭയങ്കര പോസിറ്റീവ് റെസ്പോൺസാണ്. ഇന്നലെ ഈ സിനിമ സംവിധാനം ചെയ്യാൻ വരുമ്പോൾ എല്ലാ ഡയറക്ടേഴ്സിനെയും പോലെ ഒരു ഷോയെങ്കിലും ഹൗസ്ഫുൾ ആവണം എന്ന ആഗ്രഹത്തിലാണ് എല്ലാവരും സംവിധാനം ചെയ്യാൻ വരുന്നത്. ഇന്നലെ നമുക്ക് കൊച്ചിയിൽ മാത്രം 14 ഹൗസ്ഫുൾ ഷോസ് ഉണ്ടായിരുന്നു നൈറ്റ്. അപ്പൊ അതൊക്കെ ഭയങ്കര ഈശ്വരഭാഗ്യമായിട്ടും നിങ്ങളെപ്പോലെയുള്ള യൂത്തിൻ്റെ ഫാമിലിയുടെയൊക്കെ ഒരുപാട് സപ്പോർട്ടും ഒക്കെ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. പുതുമുഖങ്ങളാണ് കൂടുതൽ. രഞ്ജിത്ത് സജീവനെ അറിയാലോ, ഗൽബ്. രഞ്ജിത്ത് ഇവിടെ വന്നെങ്കിൽ ഭയങ്കര ഹാപ്പി ആയിനെ. കാര്യം വെച്ചാൽ രഞ്ജിത്ത് പ്രൊമോഷൻ സമയത്ത് ആദ്യം ചോദിക്കണത് കൂടുതൽ വുമൻസ് ആണോ ബോയ്സ് ആണോ എന്ന് ചോദിക്കും. അപ്പോൾ ഈ കോഴിക്കോടൊക്കെ പോകുമ്പോൾ ഭയങ്കര ഇതുപോലെ കോളേജിലൊക്കെ ചെല്ലുമ്പോൾ പുള്ളി ഭയങ്കര ഹാപ്പിയാണ്. ആദ്യം തന്നെ ഈ ഫ്രെയിമൊക്കെ കാണുമ്പോൾ ഞാൻ എന്തായാലും വിളിച്ചു പറഞ്ഞേക്കാം. പുള്ളി ഇപ്പൊ തന്നെ വരും. മൂസി അനുരാഗത്തിലൊക്കെ ചെയ്ത്. ഇതുകൂടാതെ ജോണി ആന്റണി, മഞ്ജുപിള്ള ചേച്ചി, പിന്നെ ഇൻഡൻസിയേട്ടൻ, അൽഫോൺസ് പുത്രൻ, അങ്ങനെ കുറച്ച് ആൾക്കാർ, മനോജ് കൈജാറിനൊക്കെ ഇതിലൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. ഏതായാലും ഞങ്ങൾ ഇവിടെ വന്ന് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. കാര്യം നിങ്ങൾ തൊട്ടടുത്തുള്ള തിയേറ്ററിൽ നമ്മുടെ സിനിമയുണ്ട്. നിങ്ങൾ കാണേണ്ട സിനിമയാണ്. അതെന്താ വെച്ചാൽ നിങ്ങൾക്ക് നേഴ്സിംഗ് അല്ലേ, ഉറപ്പായിട്ട് നിങ്ങൾ കാണേണ്ട സിനിമയാണ്. കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തീരുമാനങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങളെ വിളിച്ച് അറിയിക്കണം. അത് നിങ്ങളുടെ കഥ പറയുന്ന സിനിമയാണ്. അത് പടം കണ്ടാൽ അറിയാൻ പറ്റത്തുള്ളൂ. ഞാൻ എൻ്റെ കൂടുതൽ കാര്യങ്ങൾ കിടക്കല്ല. എന്തായാലും ഇവിടെ നിന്ന് വരാൻ പറ്റിയാലും ഇങ്ങനെ നിൽക്കാൻ പറ്റിയാലും ഒരുപാട് സന്തോഷം. നിങ്ങൾ പറ്റുമെങ്കിൽ ഇന്ന് വൈകിട്ടും നാളെ കേട്ട് പടം പോയി കാണാൻ, നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ, ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിക്കും. ഓക്കെ. സോ ഞാൻ സാരംഗി ഷാ. എൻ്റെ ഫസ്റ്റ് മൂവിയാണ് യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരള. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു കാര്യം എനിക്ക് പറയണം. നഴ്സിംഗ് ഈ പ്രൊഫഷൻ ഞാൻ പേഴ്സണലി ഭയങ്കരമായിട്ട് അഡ്മയർ ചെയ്യുന്ന, ഭയങ്കരമായിട്ട് റെസ്പെക്ട് ചെയ്യുന്ന ഒരു പ്രൊഫഷൻ തന്നെയാണ്. സോ താങ്ക് യു. നിങ്ങൾ ഈ സൊസൈറ്റിക്ക് ചെയ്യുന്ന ഒരു സർവീസ് എന്ന് പറഞ്ഞാൽ അത് ഇർറിപ്ലേസബിൾ ആണ്. സോ അപ്പം ഞങ്ങളും സൊസൈറ്റിക്ക് വളരെ റെലവെന്റ് ആയിട്ടുള്ളൊരു മെസ്സേജാണ് ഞങ്ങളും സിനിമയിലൂടെ കൊണ്ടുവരാൻ നോക്കുന്നത്. അപ്പം നിങ്ങളെപ്പോലെ പഠിക്കുന്ന കുട്ടികൾക്കും പല പ്രൊഫഷൻ ചൂസ് ചെയ്യാൻ നിൽക്കുന്ന ഒരു ഫേസിലുള്ള കുറേ കുട്ടികളും മസ്റ്റായിട്ട് കണ്ടിരിക്കണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം. ഞങ്ങൾ സിനിമ ഇന്നലെ റിലീസായി. തിയേറ്റേഴ്സിൽ നിന്ന് ഒരുപാട് ഓർഗാനിക് ഓഡിയൻസ് വന്ന് ചേർന്ന്. ആദ്യത്തെ ഷോസിലൊക്കെ ആള് കുറവായിരുന്നു. പക്ഷെ ടുവേർഡ്സ് നമ്മുടെ ഫസ്റ്റ് ഷോ ഒരു 4 മണിക്ക് ശേഷം മിക്ക ഷോസും ഹൗസ്ഫുൾ ആയി. അപ്പോൾ അത് ഞങ്ങളെ സംബന്ധിച്ച് ഭയങ്കര സന്തോഷമാണ്. അതിന് എല്ലാവരും തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോൾ അറിയാതെ കണ്ണ് നിറഞ്ഞായിരിക്കുന്നത്. അപ്പം ഇമോഷണലി ആൾക്കാർക്ക് അത് കണക്ട് ആവുന്നുണ്ട് എന്ന് പലരും പറയുന്നുണ്ട്. നല്ല പോസിറ്റീവ് റെസ്പോൺസ് കിട്ടുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഇന്ന് പോയി പടം കാണില്ലേ? ഉറപ്പല്ലേ? അപ്പൊ UK ഓക്കെ എന്ന് പറയാമോ? ഓക്കെ ആക്കോ? യെസ്. അപ്പൊ ഇന്നോ നാളെയോ, ഇപ്പൊ ഇന്ന് നിങ്ങൾക്ക് ഫെസ്റ്റ് ആണെന്ന് അറിയാം. സോ ഇന്ന് രാത്രി പറ്റുവാണെങ്കിൽ, ഇല്ലെങ്കിൽ നാളെ മസ്റ്റായിട്ട് എല്ലാവരും ഗ്രൂപ്പായിട്ട് തന്നെ പോയി കാണണം.
രഞ്ജിത്തിന് എത്താൻ പറ്റിയിട്ടില്ല. ഞങ്ങളോടൊപ്പം കുറച്ച് പേരും കൂടെ വരേണ്ടതാണ്. പക്ഷെ അവർ ചെറിയൊരു ആക്സിഡന്റിൽ പെട്ടിരിക്കുകയാണ്, അതാണ് എത്തിച്ചേരാൻ പറ്റാത്തത്. പക്ഷെ അവരെ റെപ്രസെന്റ് ചെയ്ത് ഞങ്ങൾ 3 പേര് എത്തിയിട്ടുണ്ട്. സോ ഞങ്ങളുടെ ഫിലിം ഒരു വിജയമാക്കാൻ ഞങ്ങളെ സഹായിക്കില്ലേ? ഒന്ന് കൈയടിക്കോ? ഓക്കെ ഗൈസ്, താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും സന്തോഷമല്ലേ? അപ്പം ഞങ്ങളും ഭയങ്കര സന്തോഷത്തിലാണ്. ഞങ്ങളുടെ പടം ഇറങ്ങി. നിങ്ങൾക്ക് അടുത്ത ദിവസം തന്നെ ഇന്ന് നീ കാണാൻ പറയില്ല, കാരണം ലൈറ്റ് ആവുമായിരിക്കും. നാളെ ഒക്കെ പോയി കാണണം. നിങ്ങളെല്ലാവരും ഇവിടെ വന്ന് കണ്ടതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാവരും പോയി ഞങ്ങളുടെ പടം കാണണം, സപ്പോർട്ട് ചെയ്യണം. എനിക്ക് നിങ്ങളെയൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. കാരണം എൻ്റെ സിസ്റ്റർ നേഴ്സാണ്, എൻ്റെ ബ്രദർ നേഴ്സാണ്. അവരൊക്കെ ആക്ഷൻ UK അയർലൻഡിലൊക്കെയാണ്. അപ്പം നിങ്ങൾക്കും അങ്ങനെയൊക്കെ പറ്റട്ടെ. പിന്നെ ഈ പടം കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ റിലേറ്റബിൾ ആയിരിക്കും. ചിലപ്പോൾ നിങ്ങളുടെ ഡിസിഷൻസ് ഒക്കെ മാറാനും ചിലപ്പോൾ വേറെ ഡിസിഷൻസ് എടുക്കാനും ചാൻസ് ഉണ്ട്. അപ്പം അങ്ങനെയൊക്കെ ആണെങ്കിൽ ഞങ്ങളെയൊക്കെ അറിയിക്കണം. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഞങ്ങളോടൊക്കെ പറയണം. താങ്ക് യു. മൂവിയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ചേച്ചി ഈ മൂവിയിലോട്ട് വരാനുള്ള ചേച്ചിയുടെ മോട്ടിവേഷൻ, എന്തൊക്കെ എഫേർട്ടാണ് ചേച്ചി എടുത്തിട്ടുള്ളത്? എനിക്ക് മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ആഗ്രഹം തന്നെയായിരുന്നു എൻ്റെ ഏറ്റവും വലിയ മോട്ടിവേഷൻ. ഞാൻ ഇതിനായിട്ട് ശ്രമിക്കുന്നുണ്ടായിരുന്നു, പല ഓഡിഷൻസ് കൊടുക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ പറഞ്ഞ പോലെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ വളരെ ആക്റ്റീവ് ആയിരുന്നു. ഡാൻസ് വീഡിയോസ് ഒക്കെ റെഗുലർലി പോസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ആ ഡാൻസ് വീഡിയോ കണ്ടിട്ട് തന്നെയാണ് ഡയറക്ടർ വിളിക്കുന്നത് ഓഡിഷന് വേണ്ടി. പിന്നെ ഓഡിഷന് പോയി അതിൻ്റെ ഒരു പ്രോസസ്സ് കഴിഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഇന്നായത്. സോ അതാണ് പ്രോസസ്സ്. ഡിസിഷൻ ചേഞ്ചിങ് അല്ലെങ്കിൽ ഒരു തീരുമാനം മാറ്റം ഉണ്ടായിരുന്നു. So, do you have any experiences like that? ഈ ഒരു സിനിമ പറയുന്ന പോലെ എനിക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടോ? ഒരു ഡിസിഷൻ മേക്കിംഗ് ചേഞ്ച് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ റിയൽ ലൈഫ് എക്സ്പീരിയൻസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ട്. കാരണം ഞാൻ പഠിച്ചത് BSc ഫിസിക്സ് ആണ്. ഓക്കെ, ഞാൻ ചെന്നൈയിലാണ് പഠിച്ചത്. അപ്പൊ ഞാൻ 12th കഴിഞ്ഞ് BScക്ക് പോകുമ്പോൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഞാൻ BSc കംപ്ലീറ്റ് ചെയ്തിട്ട് നേരെ സിനിമ അല്ലെങ്കിൽ ആക്ടിങ്ങിലോട്ട് ഇറങ്ങുമെന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല. ഞാൻ വളരെ അംബിഷ്യസ് ആയിട്ട് ന്യൂറോ സയൻസ് എടുക്കണം, PG ഓസ്ട്രേലിയ പോയി പഠിക്കണം എന്ന് പറഞ്ഞിരുന്ന ആളാണ് ഞാൻ. അപ്പോൾ അങ്ങനെ BSc എടുത്തത്. പക്ഷെ ഞാൻ 2nd ഇയർ പൂർത്തിയായതോടെ ഞാൻ തീരുമാനിച്ചു 3rd ഇയറും കൂടെ എങ്ങനെയും കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ നേരെ ആർട്ട് ഫീൽഡ് എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രിയിലോട്ട് ഇറങ്ങുകയാണെന്ന് ഞാൻ തീരുമാനിച്ചു. അതൊരു ഡിസിഷൻ മേക്കിംഗ് തന്നെ ആയിരുന്നു. പിന്നെ ഞാൻ ചിന്തിച്ച് ഇപ്പം ഓസ്ട്രേലിയയിൽ ഞാൻ പോയി പഠിക്കണം എന്നായിരുന്നു ഞാൻ ചിന്തിച്ചത്. പക്ഷെ ഇപ്പൊ ഞാൻ എൻ്റെ ഫസ്റ്റ് മൂവി തന്നെ ആ ഒരു വിഷയത്തെ പറ്റിയാണ് ചർച്ച ചെയ്യുന്നതും. അപ്പോ അതൊരു ഐറണിയാണ്. ഞാൻ ആഗ്രഹിച്ചതും ഞാൻ ഇന്നാലും ഇപ്പോൾ ചെയ്യുന്നതും വേറൊരു കാര്യമാണ്. സോ അതേപോലെ ആ സിനിമയ്ക്ക് UK പലരെയും ഡിസിഷൻസ് ഒന്നുകൂടെ ഒന്ന് ചിന്തിപ്പിക്കും. ഉറപ്പാണോ നിങ്ങൾ ഈ തീരുമാനം എടുത്തിരിക്കുന്നത് അങ്ങനെ? കാരണം എനിക്ക് അങ്ങനത്തെ റെസ്പോൺസ് ഒരുപാട് കിട്ടി. ഇങ്ങനെ ഞങ്ങൾ അവരുടെ ഒരു ലൈഫിൽ ഇങ്ങനെ ഒരു ഫേസിൽ നിൽക്കുവാണ്. ഈ സിനിമ കണ്ടതിന് ശേഷം അവർക്ക് ഒരു ഡൗട്ട് ആയി തുടങ്ങി, അവരൊന്നുകൂടെ ഒന്ന് ആലോചിക്കണം എന്നൊക്കെ അവർക്ക് ഫീൽ ചെയ്ത് തുടങ്ങി എന്നൊക്കെ ആൾക്കാർ ഇങ്ങനെ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു. സോ അങ്ങനെ ഒരു ഡിസിഷൻ എനിക്കും പേഴ്സണൽ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്, ഒരു ചേഞ്ചിങ് ഫേസ്. അതേപോലെ ഈ ഒരു സിനിമയെ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്ന തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആദ്യം തന്നെ എത്തിയത് കുറച്ച് ലേറ്റ് ആയി പോയി, കുറച്ച് പ്രശ്നമുണ്ടായി, അതുകൊണ്ടാണ് സോറി. നിങ്ങൾ കണ്ടായിരുന്നോ? സിനിമ കണ്ടായിരുന്നോ? കണ്ടവരാരെങ്കിലും ഉണ്ടോ ഇവിടെ? ഇല്ല, കുഴപ്പമില്ല. ഇന്നലെ റിലീസ് ആയതുള്ളൂ. നിങ്ങൾ പറ്റുമെങ്കിൽ എത്രയും വേഗം പോയി കാണണം. നിങ്ങൾ ഉറപ്പായിട്ടും കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ്. ബാക്കി ഇവർ പറഞ്ഞിട്ടുണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നു. ടൈമില്ല എന്ന് പറഞ്ഞു. ഒരുപാട് നന്ദി. ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. അത്ര വലിയ സൂപ്പർ സ്റ്റാർസും കാര്യങ്ങളും ഇല്ലാത്ത സിനിമയാണ്. ഞങ്ങൾ കുറച്ച് പേരേ ഉള്ളൂ. എന്നാൽ പോലും ആ സിനിമ 2 മണിക്കൂറുള്ള സിനിമ കണ്ടിറങ്ങുമ്പോൾ നിങ്ങൾക്കൊരു മോശം സിനിമ കണ്ടിറങ്ങി എന്നുള്ളൊരു തോന്നൽ ഒരിക്കലും ഉണ്ടാകത്തില്ല. അപ്പോൾ എല്ലാവരും ദയവായി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യില്ലേ? കാണൂലേ? താങ്ക് യു. സൂപ്പർ. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടും. കണ്ടു കഴിയുമ്പോൾ നല്ലൊരു ഫീൽ ഗുഡ് മൂവി ആയിരിക്കും. എല്ലാവരും പേരൻസിനെ വിളിച്ചോണ്ട് വേണം കേട്ടോ. നിങ്ങളുടെ അച്ഛനമ്മമാരൊക്കെ കണ്ടിരിക്കേണ്ടതാണ്. ഓക്കെ, കണ്ടില്ല അല്ലേ? ഇന്ന് വൈകിട്ടോ നാളത്തേക്കോ ഒക്കെ സൺഡേ ആണ് അടുത്ത ദിവസം. തീർച്ചയായിട്ടും ഫാമിലിയും ഫ്രണ്ട്സും ഇപ്പം മൂസി പറഞ്ഞ ബോയ് ഫ്രണ്ട്സ് ആയിട്ടോ ആരായിട്ടാണെങ്കിലും നിങ്ങൾക്ക് ഫാമിലി ആയിട്ടും പേരൻസ് ആയിട്ടും ഒക്കെ തന്നെ പോയി കാണാൻ പറ്റുന്ന മൂവിയാണ്. കുറേ പേർക്ക് കണക്ട് ആവുമെന്ന് വിശ്വസിക്കുന്നു. നല്ല റിവ്യൂ ഉണ്ട് ഞങ്ങളുടെ മൂവിക്ക്.
എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം. സപ്പോർട്ട് ചെയ്യില്ലേ? താങ്ക് യു.